project set to redefine the future of sports in Kerala. Spread across 25 acres, with world-class infrastructure and cutting-edge design, a high-tech sports city is taking shape. വിദ്യാഭ്യാസ, സാമൂഹിക, കലാ, കായിക രംഗങ്ങളിൽ അനുദിനം വിപ്ലവങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് ജില്ലയിലെ കുനിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അഥവാ യൂണിവേഴ്സിറ്റി ഓഫ് കുനിയ. ആ കുനിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു പുതിയ പ്രോജക്റ്റ്, അത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ബൃഹത്തായ ഒരു പദ്ധതി മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ഒരു പക്ഷേ ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ കായിക ചരിത്രത്തിൽ ഒരു പുതു ചരിത്രം തന്നെ തീർക്കാൻ സാധിക്കുന്ന തരത്തിലുള്ളൊരു പ്രോജക്റ്റാണ്. എന്താണ് ഈ പ്രോജക്റ്റ്, എങ്ങനെയൊക്കെയാണ് അത് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്, എന്തൊക്കെയായിരിക്കും അതിൻ്റെ പിറകിലുള്ള പ്രവർത്തനങ്ങൾ എന്നത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നമുക്കറിയേണ്ടതുണ്ട്. നമ്മുടെ കൂടെ ഈ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ CEO ഡോക്ടർ സന്തോഷ് സാർ ചേരുന്നുണ്ട്. ഒപ്പം തന്നെ കുനിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റ് ഭാരവാഹികളും ഒക്കെ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. സാർ, ആദ്യം ഒരു വലിയ താങ്ക് യു ഗ്രൂപ്പിനോട് പറയാണ്. കാരണം കേരളത്തിലെ കായിക രംഗം എപ്പോഴും ആശങ്കയുടെ മുൾമുനയിൽ നിന്നുകൊണ്ടിരിക്കുന്ന, തീരാത്ത പരാധീനതകൾ മാത്രമുള്ളൊരു മേഖലയാണ്. അവിടേക്ക് ഒരു കുനിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു വലിയ പ്രോജക്റ്റ് മുന്നോട്ട് വെക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രതീക്ഷ ഇത് കേൾക്കുന്ന ആളുകൾക്കുണ്ട്, പ്രത്യേകിച്ച് കായിക ലോകത്തിനുണ്ട്. എന്താണ് നിങ്ങളുടെ ഡ്രീം പ്രോജക്റ്റ്? കുനിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിപ്ലവാത്മകമായ ഒരു ചുവടുവയ്പ്പാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് കുനിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആഭിമുഖ്യത്തിൽ 25 ഏക്കർ സ്ഥലത്ത് ഒരു ഹൈടെക് സ്പോർട്സ് സിറ്റി. ഈ ഹൈടെക് സ്പോർട്സ് സിറ്റിയിൽ വിവിധ തരത്തിലുള്ള മൾട്ടി സ്പോർട്സ് ആക്ടിവിറ്റീസിന് ഉതകുന്ന രീതിയിൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ലെവലിലാണ് നമ്മൾ ഇതിൻ്റെ കളിക്കളങ്ങൾ ഡിസൈൻ ചെയ്തത്. പ്രധാനമായിട്ടും നമുക്ക് ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ട്, സിന്തറ്റിക് ട്രാക്ക് ഉണ്ട്, 400 മീറ്റർ സിന്തറ്റിക് ട്രാക്ക്, കൂടാതെ ഇൻഡോർ ഗെയിംസിനടക്കമുള്ള വോളിബോൾ, ബാസ്കറ്റ് ബോൾ, ടെന്നീസ്, ടേബിൾ ടെന്നീസ്, ആർച്ചറി, കൂടാതെ സൈക്ലിംഗ്, സ്വിമ്മിങ് തുടങ്ങി 17 വിവിധ തരത്തിലുള്ള സ്റ്റേഡിയങ്ങൾ ഇതിനകത്ത് ഈ 25 ഏക്കേഴ്സിന് വിതിൻ 3 വർഷം കൊണ്ട് നമ്മൾ ഇത് നടപ്പിലാക്കാനാണ് ഇതിൻ്റെ ചെയർമാൻ കൂടിയായ ഇബ്രാഹിം ഹാജി എന്ന ദിവ്യ മനുഷ്യൻ്റെ സ്വപ്നം. ഈ സ്വപ്നം അദ്ദേഹം 3 വർഷം കൊണ്ട് തന്നെ സാക്ഷാത്കരിക്കും. അതിനുവേണ്ടിയുള്ള നടപടികളുടെ ആദ്യഘട്ടം പൂർത്തിയായി. 25 ഏക്കർ സ്ഥലത്തിൻ്റെ അതിൻ്റെ ലാൻഡ് ഡെവലപ്മെൻറ്റ് ഓൾറെഡി കഴിഞ്ഞിരിക്കുകയാണ്. കൂടാതെ അതിൻ്റെ ഡിസൈനും ഡ്രോയിങ്ങും, കൂടാതെ വേറെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം UK ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ലിവർപൂൾ, നമുക്കെല്ലാം അറിയാം ലിവർപൂൾ ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയ സ്പോർട്സ് ക്ലബ്ബാണ്, അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ ഒരു ട്രെയിനിങ് സെൻറ്റർ ഇവിടെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും അതിവിടെ വന്നു കഴിഞ്ഞാൽ ലിവർപൂളിൻ്റെ ഒരു ട്രെയിനിങ് സെൻറ്റർ ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിനറിയാമല്ലോ, നമ്മുടെ ഒരു സ്പോർട്സ് ഒരു ആരാധകരുടെ ഒരു മെസ്സി അല്ലെങ്കിൽ റൊണാൾഡോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻസ് അസോസിയേഷൻ ഉള്ളതാണ്. അപ്പം വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും ഫുട്ബോളിനുള്ളൊരു ഇമ്പോർട്ടൻസ്. അപ്പോൾ ആ ലെവലിൽ ഒരു ലിവർപൂൾ പോലുള്ള ഇൻ്റർനാഷണൽ ലെവലിലുള്ള ക്ലബ്ബുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൻ്റെ ഫുട്ബോൾ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ തന്നെ ഫുട്ബോൾ മാറ്റിമറിക്കപ്പെടും എന്നതിൽ ഒരു സംശയമില്ല. വളരെ നല്ല ഒരു ഇനിഷ്യേറ്റീവാണ്. നമുക്കിപ്പോൾ കേരളത്തിൽ തന്നെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഉണ്ട് തിരുവനന്തപുരത്ത്, കൂടാതെ കല്ലിയൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഉണ്ട്. അതിൻ്റെയൊക്കെ എത്രയോ മികച്ച രീതിയിലാണ് നമ്മളിത് ഭാവന ചെയ്തിരിക്കുന്നത്. എന്താണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റിലേക്ക് വരണം എന്ന ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ള കാരണം? ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെയർമാൻ്റെ ഒരു ദീർഘവീക്ഷണമാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസവും സ്പോർട്സും നമ്മുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റുമായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡാണ്. അപ്പോൾ എവിടെ സ്പോർട്സ് ഉന്നതിയിലോട്ട് പോകുന്നു അവിടെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ട്. നമ്മൾ ലോകരാജ്യങ്ങൾ തന്നെ എടുത്താൽ മതി. ഏറ്റവും ഒളിമ്പിക്സിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന രാജ്യങ്ങൾ അമേരിക്ക, ചൈന, ജർമ്മനി അല്ലെങ്കിൽ UK തുടങ്ങിയുള്ള രാജ്യങ്ങൾ എല്ലാം വികസിത രാജ്യങ്ങളാണ്. അപ്പോൾ അല്ലാതുള്ള രാജ്യങ്ങളും ഉണ്ട്. എന്നാലും കൂടുതൽ എപ്പോഴും അതൊരു കൺസിസ്റ്റൻസി നിലനിർത്തുന്നത് ഡെവലപ്ഡ് കൺട്രീസാണ്. അവർക്ക് എല്ലാ ഈ ഇന്നോവേറ്റീവ് ഐഡിയാസും മോഡേൺ ടെക്നോളജി അപ്ലൈ ചെയ്തിട്ടുള്ള സ്പോർട്സ് അത് ആ ലെവൽ നമ്മൾക്ക് നമ്മുടെ PT ഉഷയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അന്ന് ഇതേപോലുള്ള സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇല്ലാത്ത സാഹചര്യത്തിൽ തന്നെ ഇവിടെ പയ്യോളി, കടപ്പുറത്തും അതേപോലുള്ള സൗകര്യങ്ങളില്ലാതെ തന്നെ ഒളിമ്പിക്സിൽ മുടിനാഴ വ്യത്യാസത്തിൽ മെഡൽ നഷ്ടപ്പെടുകയുണ്ട്. അപ്പം ഇതേപോലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ
കേരള ആൾക്കാർ, പ്രത്യേകിച്ച് അവരെല്ലാം സ്പോർട്സിൽ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്. അവർക്ക് വരും കാലങ്ങളിൽ, പ്രത്യേകിച്ച് ഫ്യൂച്ചർ ജനറേഷൻ, നമുക്ക് ഒളിമ്പിക് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയും എന്നാണ് എൻ്റെ ഉത്തമ വിശ്വാസം. നമുക്ക് ഇവിടെ ഇതിൻ്റെ ഒരു മിനിയേച്ചർ, ഇവിടെ തയ്യാറാകുന്ന പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു മിനിയേച്ചർ നമുക്കിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കിതൊക്കെ എന്താണ് എന്നൊന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു പോകാൻ ഓരോന്ന് നമുക്കിങ്ങനെ കാണിച്ചു പോകാം അല്ലേ? ഫസ്റ്റ് വൺ ഈസ്, ഇത് നമ്മൾ ഒരു ഹോക്കി സ്റ്റേഡിയമാണ്. അത് ഹോക്കി സ്റ്റേഡിയത്തിൽ എത്ര ആളുകൾക്കൊക്കെ ആയിരിക്കും കപ്പാസിറ്റി? അങ്ങനെ ഫുട്ബോൾ സ്റ്റേഡിയമാണ് ഏറ്റവും വലുതായിട്ട് വരുന്നത്. അത് 30,000-ഓളം ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ. അതേപോലെ തന്നെ ഓരോന്നിനകത്തും ഈ പറഞ്ഞ കണക്കുള്ള ഈ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ സിന്തറ്റിക് ട്രാക്ക് അവിടെ 400 മീറ്റർ ഇൻ്റർനാഷണൽ ഒളിമ്പിക് അസോസിയേഷൻ സ്റ്റാൻഡേർഡ്സിലായിരിക്കും ഇതെല്ലാം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ലെവലിലുള്ള ഈ പറഞ്ഞ ഇൻഡോർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ട്. വോളിബോൾ, പിന്നെ ഇതേപോലുള്ള ടെന്നീസ്, ടേബിൾ ടെന്നീസ്, ഷട്ടിൽ ബാഡ്മിൻ്റൺ, അങ്ങനെ 17 വിവിധ തരത്തിലുള്ള സ്പോർട്സാണ് നമ്മൾ ഇനിഷ്യലി ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് എല്ലാം ഇൻ്റർനാഷണൽ നോംസ് പാലിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ ഒരു ഹൈ ലെവൽ ഒരു സ്പോർട്സ് ആക്ടിവിറ്റീസ് ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ വരികയാണെങ്കിൽ നമുക്ക് ഇത് ഒരു വെന്യൂ ആക്കാൻ വളരെ പ്രയാസമില്ല. ഈ ഒരു ഇവിടെ ഒരു ഹെലിപാഡ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതും ഇതിനകത്ത് ഈ മിനിയേച്ചറിൽ അത് കാണിക്കുന്നുണ്ടോ? അത് ഇതിനകത്ത് ഇപ്പോൾ കാണിക്കുന്നില്ല. പക്ഷേ നേരത്തെ തന്നെ ഒരു പ്ലാൻ ഉള്ളതാണ്. വേറെ സ്ഥലമുണ്ട് അതിന്. ഈ കാണുന്നതെല്ലാം ഇതിൻ്റെ സൈക്കിൾ പാത്തായിരിക്കും അല്ലേ? അതെ, സൈക്ലിങ്ങിന് വേണ്ടിയുള്ളുണ്ട്. സ്വിമ്മിംഗ് പൂളുണ്ട്, അതേപോലെ ഹോക്കി സ്റ്റേഡിയം ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ കണക്ക് ടെന്നീസ്, മറ്റേ ടേബിൾ ടെന്നീസ്, ഇൻഡോർ ഗെയിംസ് ഉണ്ട്, വോളിബോളുണ്ട്, ബാസ്കറ്റ് ബോളുണ്ട്, ആർച്ചറി അതിന് വേണ്ടിയുള്ള, അമ്പെയ്ത്ത്, അതിൻ്റെ കാര്യങ്ങൾ. ഇപ്പം ഈ കാസർഗോഡ് എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടൊക്കെ അല്പം പിറകിൽ നിൽക്കുന്നൊരു ജില്ല എന്ന് പൊതുവേ പറയപ്പെടാറുണ്ടായിരുന്നു. പക്ഷേ ഈ കുനിയ ഗ്രൂപ്പ് വരുന്നതോട് കൂടിയിട്ട് അതിൻ്റെ ഒരു മാറ്റം, പിന്നീട് ഈ സ്പോർട്സ് ഹബ്ബ് കൂടി ഇവിടേക്ക് വരുന്ന സമയത്ത് കേരളം മൊത്തം ഈ ഒരു കുനിയ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്ക് വരികയാണ്. അപ്പോൾ അവരെയൊക്കെ ഉൾക്കൊള്ളാനുള്ള ഒരു പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ കുനിയ ഒരുക്കി തയ്യാറായി ഒരുങ്ങേണ്ടതല്ലേ? അല്ലല്ല, നമ്മൾ ആ പറയുന്നത് എപ്പോഴും ശരിയാവണമെന്നില്ല. ഇപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞ കണക്ക് പോപ്പുലേഷൻ കുറവാണ് കമ്പാരിറ്റീവ്, അല്ലെങ്കിൽ ബാക്ക്വേർഡ് ഡിസ്ട്രിക്റ്റ് എന്നുള്ള രീതിയിൽ പറയാം. പക്ഷേ നമുക്ക് ഇപ്പം ഇനി വരുന്നത് നമ്മൾ ഈ പറഞ്ഞ ലാൻഡ് അവൈലബിലിറ്റി ഏറ്റവും കൂടുതലുള്ളത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലാണ്. അപ്പോൾ ഇതേപോലുള്ള വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾക്ക് ഏറ്റവും സാധ്യത ഇതേപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി 370 ഏക്കറിലാണുള്ളത്. കൂടാതെ ഇതും ഏകദേശം 225ഓളം ഏക്കറിലാണ് കുനിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഒരു വിദ്യാഭ്യാസ മേഖലയിൽ ഒരു കുതിച്ചുകയറ്റം, ഇവിടെ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബായി മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ആ ലെവലിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസാണ്, വേൾഡ് ക്ലാസ് ലെവൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസാണ് ഇവിടെ എല്ലാ ക്ലാസ്സുകളും സ്കൂളുകൾക്കും, അതേപോലെ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ അടക്കം എല്ലാം സജ്ജമാക്കിക്കൊണ്ടിരിക്കും. ഏതായാലും 3 വർഷം കൊണ്ട് ഈ ഒരു സിറ്റി ഉയർന്നു വരും. തീർച്ചയായിട്ടും അത് നാച്ചുറലി അങ്ങനെയാണല്ലോ. നമ്മളൊരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മുതൽ മുടക്ക് ഒരു കണക്കുണ്ട് എക്കണോമിക്സിൽ. അതായത് 1 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2.5 രൂപയായിട്ട് തിരിച്ചു വരും. അപ്പോൾ ഈ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ ഇന്ത്യയിലേക്ക് ഒരു വികസനത്തിൽ റോഡിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2.5 രൂപയായിട്ട് മടങ്ങി വരും. അതുപോലെ ഈ സ്പോർട്സും അല്ലെങ്കിൽ ടൂറിസത്തിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതും അതേപോലെ 10 മടങ്ങായിട്ട്, അതായത് അടിസ്ഥാന സൗകര്യ വികസനം ഏറ്റവും പ്രധാനമാണ്. അത് നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് നടപ്പിലായിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പം കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്ട്രിക്റ്റ് ഒന്നുമല്ല, ഒരു സിറ്റിയാണ്, ഒരു ഗ്ലോബൽ സിറ്റിയായിട്ട് ഇവിടെ നമുക്ക് അർബൻ റൂറൽ ഗ്യാപ്പ് ഒന്നുമില്ല. എല്ലായിടവും ഒരേ സിറ്റി നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ കാസർഗോഡ് വരുന്ന വികസനം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ വികസനവും. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ഹബ്ബ്, ഇപ്പോൾ വെളിയിലാണ് കുട്ടികൾ പോയി പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടുള്ള കൊളാബറേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കും. ഇപ്പം വളരെ കൺവീനിയൻ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കേരളത്തിൻ്റെ ഒരു വികസന സ്വപ്നം സ്പോർട്സും അല്ലെങ്കിൽ ഈ പറഞ്ഞ വിദ്യാഭ്യാസവും ഉള്ള ഒരു ഫെസിലിറ്റീസ് ഇവിടെ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് വലിയ ഇൻ്റർനാഷണൽ ലെവൽ കോഴ്സുകൾ ഇവിടെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും.
എന്നിരുന്നാലും എഡ്യൂക്കേഷണൽ സ്പോർട്സ് ഹബ്ബുകൾ ഈ ഒരു ഗ്രാമത്തിലേക്ക് ഏകീകരിക്കുന്നതോടുകൂടി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥലമായി ഈ കുണിയ എന്ന് പറയുന്ന പ്രദേശവും കുണിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനും മാറും. അതിനുവേണ്ടി നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. വളരെയധികം നന്ദി. താങ്ക് യു.